മോഹൻലാലിന്റെ ഗേദപ്രകടനവും എമ്പുരാനിൽ നടക്കുന്ന റീഎഡിറ്റും സിനിമാ പ്രേക്ഷകരിൽ മലയാളികളിൽ ഉണ്ടാക്കുന്ന ഒരു ഭയമുണ്ട്. അതൊട്ടും ചെറുതല്ല. മാർച്ച് 27 മലയാളത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷനുമായാണ് എമ്പുരാൻ തിയേറ്ററുകളിലെത്തുന്നത്. ബുക്ക് മൈ ഷോയുടെ അഡ്വാൻസ് ബുക്കിംഗിൽ ഇന്ത്യൻ സിനിമയിലെ ഒന്നാമനായിരുന്നു എമ്പുരാൻ. ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന മലയാള സിനിമ. മോഹൻലാൽ, പൃഥ്വിരാജ്, മുരളി ഗോപി എന്നിങ്ങനെ അണിയറ പ്രവർത്തകരും മറ്റനവധി താരങ്ങളും തുടങ്ങി എമ്പുരാന് ഹൈപ്പേറ്റിയ കാരണങ്ങൾ ഏറെയായിരുന്നു. സിനിമയുടെ റിലീസിന് ശേഷം മേക്കിങ്ങിനെ കുറിച്ച് കയ്യടിയും വിമർശനങ്ങളും ഉയർന്നെങ്കിലും പ്രമേയമായിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ചയായത്. 2002 ഗുജറാത്ത് കലാപം എമ്പുരാന്റെ കഥാപശ്ചാത്തലത്തിൽ പ്രാധാന്യത്തോടെ കടന്നു വരുന്നുണ്ട്. ബിൽക്കിസ് ബാനുവും നരോദ പാട്യ കൂട്ടക്കൊലയും ഗുൽബർഗ് സൊസൈറ്റി കൊലകളും ഈസാൻ ജാഫ്രിയും തുടങ്ങി അന്ന് രാജ്യത്തെ നടുക്കിയ സംഭവങ്ങൾ പലതും ചിത്രത്തിൽ റഫറൻസുകളായി. ആ കലാപം അഴിച്ചുവിട്ടവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതെന്നും എമ്പുരാൻ കൃത്യമായി പറഞ്ഞുവെച്ചു. ഒരു മാസ് മസാല മുഖ്യധാരാ സിനിമയിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കലാപങ്ങളിലൊന്നും ആ കലാപത്തിലൂടെ രാഷ്ട്രീയ അധികാര നേട്ടങ്ങൾ ഉണ്ടാക്കിയവരും അതിൻ്റെ ഇന്നും തുടരുന്ന പ്രത്യാഘാതങ്ങളുമെല്ലാം വ്യക്തതയോടെ കടന്നു വന്നു എന്നത് തന്നെയായിരുന്നു എമ്പുരാന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സിനിമയിലെ വില്ലൻ ആരാകുമെന്നായിരുന്നു എമ്പുരാന്റെ റിലീസിന് മുൻപ് സിനിമാ ഗ്രൂപ്പുകളിൽ നടന്ന ഏറ്റവും വലിയ ചർച്ച. റിലീസിന് ശേഷം ചിത്രത്തിലെ വില്ലൻ ആരാണെന്നും അത് ഏത് ആശയക്കാരനാണെന്നും പുറത്തു വന്നതോടെയാണ് സംഘപരിവാറിന് കലിയിളകിയത്. ബാബു ബജ്രംഗിയെ ഓർമ്മിപ്പിക്കുന്ന ബാബാ ബജ്രംഗി എന്ന വില്ലൻ കഥാപാത്രം അവരെ രോഷാകുലരാക്കി. പിന്നീട് കണ്ടത് ഒരു മലയാള സിനിമയ്ക്ക് നേരെയും ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഏറ്റവും നീചമായ സൈബർ ആക്രമണമായിരുന്നു. മോഹൻലാലും പൃഥ്വിരാജും മുരളി ഗോപിയും എന്ന് വേണ്ട എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരും സമൂഹ മാധ്യമങ്ങളിൽ ക്രൂരമായ വേട്ടയ്ക്ക് ഇരയായി. ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ബഹിഷ്കരണ ആഹ്വാനങ്ങൾ ഉയർന്നു. സിനിമാ ടീമിനെതിരെ തീവ്രവാദ ബന്ധങ്ങൾ വരെ ആരോപിക്കപ്പെട്ടു. എന്നാൽ കേരളത്തിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ഭരണപക്ഷവും പ്രതിപക്ഷവുമെല്ലാം എമ്പുരാനൊപ്പമാണ് നിന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വരെയുള്ളവർ എല്ലാം സിനിമ കണ്ടുകൊണ്ടും സംഘപരിവാർ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചും തന്നെ മുന്നോട്ട് വന്നു. സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ളവർ സിനിമയ്ക്കൊപ്പം അണിനിരന്നു. ഓരോ മണിക്കൂറിലും സിനിമയുടെ ടിക്കറ്റ് വിൽപ്പന വർദ്ധിച്ചു വന്നു. എന്നാൽ ഇത്രയും വലിയ പിന്തുണ ലഭിച്ചിട്ടും സിനിമ റീഎഡിറ്റ് ചെയ്യാൻ തന്നെ എമ്പുരാൻ ടീം തീരുമാനിക്കുകയായിരുന്നു. ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മോഹൻലാലിന്റെ കുറിപ്പും വന്നു. മോഹൻലാലിന്റെ കുറിപ്പിലെ പ്രധാന വാചകങ്ങളൊന്ന് നോക്കാം. എമ്പുരാൻ സിനിമയിലെ ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതാണ് ആ കുറിപ്പിന്റെ രത്നച്ചുരുക്കം. സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച് ഈ പോസ്റ്റിന് താഴെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. എമ്പുരാൻ സിനിമ ഇപ്പോഴുള്ളതുപോലെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നവർ മോഹൻലാലിന്റെ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിൽ വന്നില്ലേ എന്നാണ് ആ ചോദ്യം. ഇപ്പോഴും എഡിറ്റിന് മുൻപ് സിനിമ കാണാൻ തീരുമാനിച്ചവരുടെ തിരക്ക് ബുക്ക് മൈ ഷോയിൽ കാണാം. പുലർച്ചെ 4:30 പോലും സ്പെഷ്യൽ ഷോ വെക്കാൻ നിർബന്ധിതമാകുന്ന തിയേറ്ററുകളെ കാണാം. സിനിമയിലെ കട്ടാകാൻ പോകുന്ന സീൻ ഏതാണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് മാത്രമല്ല ഈ തിരക്കുള്ളത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുണ്ടാകുന്ന കടന്നുകയറ്റത്തിന് നേരെയുള്ള ചെറുത്തുനിൽപ്പാണത്. സത്യം പറയാൻ സമ്മതിക്കാത്ത ഭരണകൂടത്തിനോടുള്ള എതിർവാക്കാണ്. എന്നാൽ ഈ സിനിമാ പ്രേമികളുടെയും സിനിമയ്ക്കും സിനിമാക്കാരനും ഒപ്പം നിൽക്കാൻ തീരുമാനിക്കുന്നവരുടെയും വലിയ പിന്തുണയുണ്ടായിട്ടും മലയാളത്തിലെ ഏറ്റവും വലിയ താരത്തിനും ഏറ്റവും പവർഫുള്ളായ ടീമിനും മാപ്പ് പറയുകയും സിനിമയിൽ മാറ്റം വരുത്തുകയും ചെയ്യേണ്ടി വന്നുവെങ്കിൽ അത് നൽകുന്നത് വലിയൊരു സൂചന തന്നെയാണ്. കേരളത്തിലെ സർക്കാരിൽ അംഗങ്ങളില്ലാത്ത കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12% മാത്രം വോട്ട് ഷെയർ ലഭിച്ച പാർട്ടിക്കുണ്ടായ ഒരു എതിർപ്പ്, ആ പാർട്ടിയിലെ ചിലർക്കുണ്ടായ ഒരു എതിർപ്പ് മറ്റെല്ലാ പിന്തുണകളെക്കാളും കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ മീഡിയങ്ങളിലൊന്നായ സിനിമയെ നിയന്ത്രിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഖേദം പ്രകടിപ്പിക്കാനുള്ള തീരുമാനം വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചായ്വിന്റെ ഫലം മാത്രമായും കാണാനാകില്ല. സംഘപരിവാർ കേരളത്തിന്റെ മണ്ണിൽ പ്രയോഗിക്കുന്ന അധികാരം തന്നെയാണത്. തങ്ങളെ വിമർശിക്കുന്ന ഒന്നും ആരെയും കാണാൻ അനുവദിക്കില്ല എന്ന ഹുങ്ക് തന്നെയാണത്. എമ്പുരാൻ സിനിമയ്ക്കെതിരെ രംഗത്തു വന്നവരെ വിരളി പിടിപ്പിച്ച സീനുകളേക്കാൾ ക്രൂരമായ സംഭവ പരമ്പരകളാണ് 2002 ഗുജറാത്തിൽ അരങ്ങേറിയത്. അതിന് വാർത്തയുടെ, വസ്തുതകളുടെ, ചിത്രങ്ങളുടെ, വീഡിയോകളുടെ, അന്വേഷണ റിപ്പോർട്ടുകളുടെ എല്ലാം പിൻബലമുണ്ട്, തെളിവുകളുണ്ട്.
വസ്തുതകളെ മുഴുവൻ വളച്ചൊടിക്കുന്ന നരേറ്റീവുകളുമായി കശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും സബർമതി എക്സ്പ്രസും അടക്കം നിരവധി പ്രൊപ്പഗണ്ട സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവയ്ക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ സിനിമകൾക്കൊന്നുമെതിരെ ഉയരാത്ത കത്രിക ഈ സിനിമയിൽ എടുക്കേണ്ടി വന്നു. അതും സെൻസറിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി വലിയ വിജയം നേടിയ ഒരു സിനിമയിൽ. സംഘപരിവാർ പ്രൊപ്പഗണ്ട സിനിമകളൊക്കെ തിയേറ്ററിൽ വിജയമാകാതെ പോയതും എമ്പുരാൻ എന്നാൽ അവിടെ വലിയ വിജയം നേടുന്നതുമായിരിക്കാം ഒരുപക്ഷെ സംഘപരിവാറിനെ ഏറ്റവും ചൊടിപ്പിച്ചത്. എമ്പുരാനിൽ സംഘപരിവാർ മാത്രമല്ല, കോൺഗ്രസും CPIയും എല്ലാം വിമർശിക്കപ്പെടുന്നുണ്ട്. കോൺഗ്രസിന്റെ മക്കൾ രാഷ്ട്രീയവും ഗതകാല സ്മരണകൾ മാത്രം പറഞ്ഞിരിക്കുന്നതും മൃദു ഹിന്ദുത്വയും CPIന്റെ കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോയ അവസ്ഥയുമെല്ലാം വിമർശന വിധേയമാകുന്നുണ്ട്, ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ആ വിമർശനങ്ങളുള്ള സിനിമയാണ് ഇവിടുത്തെ CPIന്റെ വലിയ നേതാവായ പിണറായി വിജയൻ കണ്ടത്, പിന്തുണച്ചത്. കോൺഗ്രസും അങ്ങനെ തന്നെ. ഇവരാരും സിനിമയ്ക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനമായി വന്നിട്ടില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ബോധമാണ്. രാഷ്ട്രീയ പാർട്ടികളെയും പ്രസ്ഥാനങ്ങളെയും വിമർശിക്കുന്ന ആദ്യത്തെ സിനിമയല്ല എമ്പുരാൻ. കേരളത്തിലെ ഓരോ പാർട്ടികളും മുന്നണികളും അവരുടെ സമുന്നത നേതാക്കളുമെല്ലാം കാലാകാലങ്ങളിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. എമ്പുരാൻ എഴുതിയ മുരളി ഗോപിയുടെ മുൻ ചിത്രങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ അത് കാണാം. EMSും നായനാരും കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും മുതൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും നരസിംഹറാവും ബുദ്ധദേവ് ഭട്ടാചാര്യയും യെച്ചൂരിയും എല്ലാം ഇവിടുത്തെ സിനിമകളിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിമർശനങ്ങൾക്കെതിരെ, തങ്ങളുടെ പാർട്ടിയെ അവതരിപ്പിച്ചതിലെ പോരായ്മകൾക്കെതിരെ എതിർപ്പുകളുമായി അണികൾ രംഗത്ത് വന്നിട്ടുമുണ്ട്. പക്ഷേ ആ വിമർശനങ്ങൾ സിനിമയുടെ ബഹിഷ്കരണത്തിലേക്കോ അല്ലെങ്കിൽ വെട്ടിമാറ്റലിലേക്കോ പോകാതിരിക്കാനുള്ള ജാഗ്രത കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും അണികളും ഈ ജനങ്ങൾ ഒന്നടങ്കവും കാണിച്ചിരുന്നു. ആ ജാഗ്രതയിലും ക്രിയാത്മകമായ ചർച്ചകൾക്കുമുള്ള ഭൂമികയിലുമാണ് ഇപ്പോൾ വിള്ളൽ വീണിരിക്കുന്നത്, കത്രിക വെച്ചിരിക്കുന്നത്. എമ്പുരാനിൽ വളണ്ടറി എഡിറ്റിന് അണിയറ പ്രവർത്തകർ തയ്യാറായി എന്നതിന്റെ വ്യാപ്തി ഒരുപക്ഷെ നമുക്കിന്ന് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. എമ്പുരാനെതിരെ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരുകളോ അത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഏതെങ്കിലുമോ റീ എഡിറ്റോ റീസെൻസറിങ്ങോ ആവശ്യപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും പാർട്ടികൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. കോടതിയിലേക്ക് ഒരാൾ പോലും ഹർജിയുമായി പോയിട്ടില്ല. ആകെ ഉണ്ടായിട്ടുള്ളത് സോഷ്യൽ മീഡിയ വഴി സിനിമയ്ക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരുടെ ഒരു കൂട്ടമാണ്, അവരുടെ സൈബർ അറ്റാക്കാണ്. പക്ഷെ അപ്പോഴേക്കും സെൻസറിങ് കഴിഞ്ഞ സിനിമ, റിലീസ് ചെയ്ത സിനിമ, ജനങ്ങൾ ഏറ്റെടുത്ത് വിജയമാക്കിയ സിനിമ റീ എഡിറ്റ് ചെയ്യാൻ മലയാള സിനിമയുടെ ഏറ്റവും മുന്നിലുള്ളവർ തയ്യാറായി എന്നുള്ളത് ഫാസിസം പടർന്നു പിടിച്ച് എവിടെ വരെ എത്തിയെന്നും അവർക്ക് എത്രമാത്രം ശക്തിയുണ്ടെന്നും കാണിച്ചു തരുന്നതാണ്. നിലവിൽ തന്നെ സിനിമാക്കാർ ഒരുതരം സെൽഫ് സെൻസർഷിപ്പിലൂടെയാണ് കടന്നുപോകുന്നത്. ഇനി മുതൽ ഒരുപക്ഷെ സ്വയം നടത്തുന്ന ഈ സെൻസർഷിപ്പ് കൂടുതൽ കടുപ്പത്തിലാക്കാൻ അവർ നിർബന്ധിതരായേക്കും. സംഘപരിവാറിനെ വിമർശിക്കുന്ന ഒരു ചെറിയ വാക്കോ വള്ളിയോ പുള്ളിയോ പോലും വേണ്ടെന്ന് വെക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് അവർ നയിക്കപ്പെട്ടേക്കാം. ഈ സെൽഫ് സെൻസർഷിപ്പ് സിനിമയിൽ മാത്രമായി ഒതുങ്ങുകയുമില്ല. അത് ചെറുതും വലുതുമായ നമ്മുടെ ഓരോ സ്പേസുകളെയും കൈയടക്കും. ഈ അവസ്ഥയെ അതിൻ്റെ എല്ലാ ഭീകരതയോടും കൂടി മനസ്സിലാക്കാതെ കേരളത്തിന് ഇനി മുന്നോട്ട് പോകാനാകില്ല.